നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു സങ്കടത്തിൻ്റെ അവസ്ഥയിലാണ്. എന്നിട്ട് പോലും ഈ കാലാവസ്ഥയൊക്കെ അവഗണിച്ച് നിറഞ്ഞ കവിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ അങ്ങേയറ്റം ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ, വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു ഞാനൊരു നേഴ്സാണ്. അഭിമാനത്തോടെ പറയാണ് ഞാൻ നേഴ്സാണ്. അങ്ങേറ്റം ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു നേഴ്സാകുക എന്നുള്ളത്. അത് വെല്ലൂർ CMCയിൽ തന്നെ പഠിച്ചപ്പോൾ ആ നേഴ്സിങ്ങിൻ്റെ വിശുദ്ധി, അതിൻ്റെ ആഴം, അതിലെ സമർപ്പണം, ഇതൊക്കെ അങ്ങേയറ്റം പഠിക്കുവാനും ചെയ്യുവാനുമൊക്കെ അവസരം കിട്ടിയെന്നുള്ളത് അങ്ങേയറ്റം ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഞാൻ ആരെന്നെ ക്ലാസ്സിന് വിളിച്ചാലും ഞാൻ അവരോട് പറയും, നിങ്ങൾ എന്നിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു സിസ്റ്റർ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ സിസ്റ്റർ വരികയാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും പറയുന്നതല്ലേ എന്നൊരു ചിന്ത കാണും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരിക്കണം. വചനം കേൾക്കുക എന്ന് പറയുന്നത് വചനത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാനാണ്. എൻ്റെ ക്ലാസ്സുകൾ, എൻ്റെ ധ്യാനം എന്ന് പറയുന്നതെല്ലാം വളരെ പ്രാക്ടിക്കൽ സൈഡിൽ കൂടെ ഞാൻ പറയുള്ളൂ. കാരണം 45 വർഷത്തോളം ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ, അതും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ സിസ്റ്റർ, പീഡിയാട്രിക് നേഴ്സ്, അറിയാം ആരുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപെടുന്നത് അമ്മമാരുമായിട്ടാണ്. ആയിരക്കണക്കിന് അമ്മമാരെയും അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും അവരുടെ കുഞ്ഞുങ്ങൾ സുഖമാകുമ്പോഴും മരിച്ചു പോകുമ്പോഴും ഒക്കെയും അവർ കടന്നുപോയ പാതകൾ നേരിട്ട് അവരുടെ ഹൃദയസ്പന്ദനം മനസ്സിലാക്കിയ ഒരു സിസ്റ്ററാണത്. അതുകൊണ്ട് എനിക്ക് തിയറിയൊന്നും വലിയ പറയാൻ ഇഷ്ടമല്ല, തിയോളജിയും അല്ല. അതിലടങ്ങിയിരിക്കുന്ന, ആ തിയോളജിയിൽ അടങ്ങിയിരിക്കുന്ന അഭിവന്ന തിരുമേനി ഓർപ്പിച്ചതുപോലെയുള്ള ദൈവസ്നേഹം ഈ അമ്മമാരിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് കിട്ടിയത് ധാരാളം നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. എന്തൊരു സ്നേഹമാണ്. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. നമ്മൾ മലയാളത്തിൽ അമ്മ എന്നെഴുതുമ്പോൾ 2 ഉമ്മയുണ്ട് അല്ലേ, 2 അക്ഷരം കൂട്ടും. ആ അമ്മയിൽ നിങ്ങൾ ആദ്യത്തെ അക്ഷരം വലുതായിട്ടും രണ്ടാമത്തെ അക്ഷരം ചെറുതായിട്ട് എഴുതുകയാണെങ്കിൽ അമ്മ കുഞ്ഞിനെ എടുക്കുന്ന പോലെ തോന്നും. ശരിക്കും ഞാൻ ഇന്നലെയാണ് അതൊന്ന് എഴുതി നോക്കിയത്. അല്ല, തിരിച്ചാണെങ്കിൽ അമ്മ വലുതായിട്ടും കുഞ്ഞ് ചെറുതായിട്ട് എഴുതുവാണെങ്കിൽ, തിരിച്ച് എഴുതുവാണെങ്കിൽ അമ്മയുടെ പുറകിൽ കുഞ്ഞ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. എത്രയോ മനോഹരമായ ഒരു വാക്കാണ് ഈ അമ്മ എന്നുള്ളത്. എത്ര ഭാഗ്യമുള്ള നാമമാണ്. ഞങ്ങളെയും പലരും അമ്മയെന്നാണ് വിളിക്കുന്നത്. കാരണം കന്യാസ്ത്രീകളാണ്, കുഞ്ഞുങ്ങളുടെയൊക്കെ അമ്മയാണ്. വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്ന പ്രതീക്ഷാ ഭവനിൽ അവരൊക്കെയും അമ്മയെന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. മന്ദബുദ്ധികളും വികലാംഗരുമായ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ആക്കിയിരിക്കാൻ നോക്കാൻ അവരുടെ അമ്മയാണ് ഞങ്ങൾ. നിങ്ങളുടെ മാതിരിയുള്ള അമ്മയില്ലെങ്കിലും ഞങ്ങളും അമ്മയാണ്. ആ അമ്മ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയത് പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലാണ്. വിശുദ്ധ മാർത്തോമാ സമാജം എന്നാണ് പേരിട്ടിരിക്കുന്നത് തന്നെ. എന്തുമാത്രമാണ് നമ്മൾക്ക് അവിടുന്ന് ലഭിക്കാൻ കിടക്കുന്നത്, ആർജിച്ചെടുക്കാനുള്ളത്. അതിനുവേണ്ടി ഇത് പോരാ, 15 നോമ്പ് പോരാഞ്ഞിട്ട് ഇനി ഒരു 8 നോമ്പ് കൂടിയുണ്ട്. നോമ്പുകളുണ്ട് ധാരാളം. തിരുമേനി ഓർപ്പിച്ചതുപോലെ പറയാനുള്ളത്, ശ്രദ്ധയോടെയാണോ നമ്മുടെ ജീവിതം? ഓരോ ദിവസവും നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ കാണുന്നത് എന്താണ്? എവിടെയാണ് അടിത്തറ പോയത്? കർത്താവ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ പറയുന്ന ഒരിതാണ്, എന്ത്? വീടിൻ്റെ കാര്യം, വീട് പണിയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പാറമേൽ പണിത വീട് കാറ്റടിച്ചു, പേമാരി വന്നു, അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായതുകൊണ്ട് അത് ഇളകിയില്ല എന്ന്. മണലിൽ മേൽ പണിതത് ചെറിയ കാറ്റിലും ഒഴുകിപ്പോയി എന്ന്. ഇവിടെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഭദ്രത. നമ്മൾ എങ്ങനെയാണ് കുടുംബം പണിത് കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നതെല്ലാം തന്നെ ഒരുവിധം ഇച്ചിരി പ്രായമുള്ളവരാണ്. ചെറിയ പിള്ളേർ വളരെ കുറച്ചേ ഉള്ളൂ എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെയും കുടുംബമുള്ളവരാണ്.
കുടുംബം എന്താണെന്ന് നിങ്ങൾക്കറിയാം. വേദപുസ്തകത്തിൽ ഉടനീളം വിവിധ കുടുംബങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദേവസ്ഥാനത്തിലേക്ക് വാങ്ങിപ്പോയ ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ്റെ ഒരു പുസ്തകമാണ് ബൈബിളിലെ കുടുംബങ്ങളെന്ന് പറഞ്ഞ്. മനോഹരമായിട്ട് ഓരോ കുടുംബത്തെയും വിശകലനം ചെയ്ത് എഴുതിയ പുസ്തകമാണത്. എങ്ങനെ ആയിരിക്കണം ഈ കുടുംബം എന്നുള്ളത് നമുക്കൊക്കെയും അറിയാം. പക്ഷേ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. നമ്മൾക്ക് ചുറ്റും ഭീതിയാണ്. പക്ഷേ ഇന്ന് കേട്ട പാട്ടുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ കുട്ടികൾ നന്നായിട്ട് പാടി. അതെല്ലാം പ്രത്യാശയുടെ ഗാനങ്ങളായിരുന്നു. ഒന്നുപോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നല്ല പ്രത്യാശയുടെ ഗാനങ്ങളാണ് നമ്മൾ കേട്ടത് മുഴുവനും. എന്നും നമ്മൾ പാടുന്നില്ലേ? എന്നും നമ്മൾ വായിക്കുന്നില്ലേ? എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോകുന്നില്ലേ? എന്താണ് നമുക്ക് മാറ്റം വരാത്തത്? കേൾക്കാത്തത് കൊണ്ടാണോ? പറയാത്തത് കൊണ്ടാണോ? എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. മർത്തമറിയാം സമാജാംഗങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുകയാണ്. 2000-ൽ പരം. നിങ്ങളെടുക്കേണ്ടതാണ് തീരുമാനം. എൻ്റെ കുടുംബം എങ്ങനെയാണ്, എങ്ങനെ ആയിരിക്കണമെന്ന്. ഇങ്ങനെ മതിയോ? എങ്ങോട്ട് ഒഴുകിപ്പോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ? നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്നു പോവുകയാണ്. പിടികിട്ട പുള്ളികളായിട്ട് അവർ പോവുകയാണ്. തിരുമേനി പറഞ്ഞ പോലെ ആ പരമ്പര നിങ്ങൾ വായിക്കേണ്ടത് തന്നെയാണ്. ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഇവർ ഈ മൊബൈലിൽ കൂടി കണ്ട് അവരുടെ ബ്രെയിനിൽ അത് അടിച്ചേൽപ്പിച്ചിട്ട് ചെറുതായി തുടങ്ങി ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് നീങ്ങാണ്. അവർ സ്വയം നശിക്കുകയാണ്, മറ്റുള്ളവരെ അവർ കൊല്ലുകയാണ്. ജീവിതത്തിന് യാതൊരു വിലയുമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതല്ലല്ലോ സഭ നമ്മളെ പഠിപ്പിച്ചത്. ഇതിനല്ലല്ലോ സഭ ഈ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും നമുക്ക് നമ്മുടെ കൺമുമ്പിൽ തന്നിരിക്കുന്നത്. 5 നോമ്പുകളുണ്ട്. എല്ലാ നോമ്പും എന്തിനാണ്? നമ്മളെ വീണ്ടും ഒരുക്കുകയാണ്. ഇത് കൂടിയേ രക്ഷയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ എപ്പോഴോ എവിടെയോ എങ്ങനെയെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അൻപുടയോനെ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പേ നിരായ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴോ എവിടെയോ എങ്ങനെയോ എന്ന് നമുക്കറിയില്ലാത്തൊരു കാലം നമ്മുടെ കൺമുമ്പിൽ വരച്ച് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും എത്ര കാലം ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തിരുമേനി ഓർപ്പിച്ചതുപോലെ അഹങ്കാരം അതൊന്ന് താത്തു വെക്കണം. വിശുദ്ധ ദേവമാതാവിൽ കണ്ട ഏക പുണ്യം എന്ന് പറയുന്ന അതാണ് താഴ്മ. എന്താണ് ധിക്കരം? എന്തിന് ധിക്കരിക്കണം? ആരെ ധിക്കരിക്കണം? നിങ്ങളൊക്കെ വിവാഹം നടത്തിയ ദിവസം നിങ്ങൾ കാസറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലത്. ഇടയ്ക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളെ വീട്ടിലേക്ക് വിടുന്നത്? എന്തുമാത്രം ഞങ്ങളധികം സംബന്ധിക്കാറില്ല വിവാഹങ്ങൾക്ക്. വല്ലപ്പോഴൊക്കെ വീട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും ഒരു കാസറ്റ് കണ്ടേലേ, അത്രയേ ഉള്ളൂ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, തുടങ്ങുന്നത് മുതൽ അവസാനം വരെ എന്തുമാത്രം കാര്യങ്ങളാണ്. പ്രാർത്ഥനയായിട്ടും വായനയായിട്ടും അവസാനം ഒരു അനുഗ്രഹമുണ്ട്. അത് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച് എല്ലാ അച്ഛന്മാരും തിരുമേനിമാരും കൂടെ അങ്ങോട്ട് തിരിഞ്ഞെന്നിട്ട് ഒരു അനുഗ്രഹമുണ്ട്. ആരെയൊക്കെ അനുഗ്രഹിച്ചത്? ആദ്യം മുതലുള്ള അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനെ വാഴ്ത്തിയ ദൈവം ഈ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ. അത് മേടിച്ചുകൊണ്ടാണ് നിങ്ങൾ പോയത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റില്ല. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയുള്ള ദിവസമൊക്കെയും മദ്ബഹായിൽ നിന്ന് അച്ഛന്മാർ തിരുമേനിമാർ എത്ര പ്രാവശ്യമാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നത്. ആരുണ്ടത് ആവാഹിച്ചുകൊണ്ട് പോകുന്നത്? നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? എന്തെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് പറ്റുന്നുണ്ടോ? ആർക്കും സമയമില്ല, ഒന്നിനും. പള്ളി വരാൻ സമയമില്ല. വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് രാവിലെ വരാൻ എന്തെല്ലാം എക്സ്ക്യൂസസാ. കുഞ്ഞുണ്ട്, വല്യപ്പനുണ്ട്, വല്യമ്മയുണ്ട്, എല്ലാ പരാതികളാണ്. ബൈബിൾ തുറന്നു നോക്കൂ. സ്ത്രീകൾ എന്താണ് ചെയ്തത്? അതിരാവിലെ ചെല്ലും. ആരാ ഉത്തമ ഉദാഹരണം? ശമൂവേൽ പ്രവാചകന്റെ അമ്മ ഹന്ന.
പുരോഹിതൻ പള്ളിയിൽ ചെല്ലുന്നതിന് മുമ്പ് മൂലയ്ക്ക് ഇരിക്കുവാണ്, എന്തൊക്കെയോ പുലമ്പുകയാണ്. പുരോഹിതൻ ചോദിക്കുക, എന്താ ശ്രീ നീ മദ്യപിച്ചിട്ട് രാവിലെ വന്നിരുന്നുകൊണ്ട് മുറുമുറുക്ക് കാണുമെന്ന് ചോദിച്ചപ്പോൾ എന്താ അവള് പറഞ്ഞത്? അല്ലേ യജമാനനെ, ഞാൻ യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയായിരുന്നു. പകരുക എന്ന് വെച്ചാൽ വെള്ളം ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു, അതിൽ പകരുക. ഓർത്ത് നോക്കി, ആർക്ക് സാധിക്കുന്നുണ്ടത്? അച്ഛൻ വരുന്നതിന് മുമ്പ് ആ മൂലയ്ക്ക് പോയിരുന്ന് പകരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? കുടുംബത്തെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, വളരുന്ന തലമുറയെ ഓർത്ത് നിങ്ങൾക്ക് കരയാൻ പറ്റുന്നുണ്ടോ? കരയാത്തതിന് കുഴപ്പമാണിത്. കണ്ണീര് വറ്റിപ്പോയ ഒരു സമൂഹത്തിലാണ് നമ്മുടെ ജീവിതം. സന്തോഷിക്കാനും ചിരിക്കാനും ക്ലബ്ബുകളുണ്ട്, കരയാൻ എവിടെയുണ്ട് ക്ലബ്ബ്? നിങ്ങൾ നോക്ക്, ചിരി ക്ലബ്ബുണ്ട്, ഡാൻസ് ക്ലബ്ബുണ്ട്. ഒരു ക്ലബിനും കരയുന്ന ക്ലബ്ബൊന്നും ഞാൻ കേട്ടിട്ടില്ല. കണ്ണീരില്ല, പിന്നെ എവിടെയാ കരയുക? കർത്താവ് നടന്നു പോയപ്പോഴും യെരുശലേം സ്ത്രീകളോട് ഒറ്റ കാര്യം അവസാനം ഓർപ്പിച്ചുള്ളൂ. എന്താ പറയേണ്ടത്? പറഞ്ഞത്, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട. എൻ്റെ അമ്മ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങി കരയാൻ. കരഞ്ഞ് 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 എന്നെ തന്നെ ഇവിടം വരെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ട് എത്തിച്ചിട്ടുണ്ട്, നിങ്ങളെ രക്ഷിക്കാൻ. ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി കരയണ്ട, പക്ഷെ കരയണമെന്നും കൂടെ പറഞ്ഞു. ആർക്ക് വേണ്ടി? നിങ്ങളെയും, ഉറക്കെ പറഞ്ഞേ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണമെന്ന് പറഞ്ഞിട്ട് എത്ര പേരുണ്ട് കരയുന്നത്? ആരെയും കാണിച്ച് കരയരുത്. നിശബ്ദമായി രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് കണ്ണീരൊഴുക്കുന്നുണ്ടോ? കണ്ണീര് വറ്റിപ്പോയാൽ സഭ പോയി. കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സഭ നിലനിൽക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഒഴുക്കണം. കല്ലുപ്പാറ വലിയ പള്ളിയിൽ കണ്ണുനീര് വീഴണം. അച്ഛന്മാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കണം. ഞാൻ ജോലി ചെയ്തത് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. 40 വർഷം ഞാൻ ജോലി ചെയ്തു. അതിൻ്റെ അകത്തൊരു ചാപ്പലുണ്ട്, അതും മാതാവിൻ്റെ നാമത്തിലാണ്. ഇപ്പോഴത്തെ അഭിവന്യ യോഹാനാൻ മോർ പോളികാർപ്പോസ് മേനി അന്നവിടെ ചാപ്ലിനായിരുന്നു, PS യോഹനാൻ അച്ഛൻ. അച്ഛൻ പലപ്പോഴും ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഏതു പള്ളിയിൽ പോകുന്നതിൽ കൂടുതലായിട്ട് ഈ ചാപ്പലിൽ കയറുന്ന പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. കാരണം അത്രമാത്രം കണ്ണുനീര് വീഴുന്ന ഒരു ചാപ്പലാണത്. കുഞ്ഞ് മരണാസന്നരാകുമ്പോൾ, ഭർത്താവ് രോഗിയാകുമ്പോൾ, പ്രിയപ്പെട്ടവരും ഓടുവാണ് പള്ളിയിലേക്ക്. കണ്ടിട്ടുണ്ട്, ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അതെല്ലാം കളക്കി വെക്കുവാണെങ്കിൽ വലിയ ഡ്രംസ് വേണമായിരുന്നു. കരഞ്ഞ് 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 അവർ കാര്യം നേടിയിരിക്കും. വൃഥാവല്ല അവർ കരഞ്ഞത്. സുഖത്തിന് വേണ്ടി മാത്രമല്ല, സുഖപ്രാപ്തിക്ക് വേണ്ടിയല്ല, ഒരു സമൂല മാറ്റം അത് വരണം നമ്മുടെ സമൂഹത്തിൽ. ഇത്രയും പേരിവിടെ വന്നു. കാലം അടുത്തിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ, താമസമില്ല. ഇനി ഏതു നേരവും റെഡിയായി നിൽക്കുവാണ്. ആകാശത്തിൻ്റെ കിളിവാതിലൊക്കെ തുറന്നിരിക്കുക. നോഹയുടെ പെട്ടകത്തിൻ്റെ പടുത് കഴിഞ്ഞപ്പോൾ എന്താ എഴുതിയിരിക്കുന്ന? ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു, മാരി 40 ദിവസവും ആ പുരാവും പകലും പെയ്തു, വെള്ളം പൊങ്ങിയെന്ന് പറഞ്ഞ പോലെ കിളിവാതിലുകൾ തുറക്കാൻ ഇനി അധികം താമസമില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവചനങ്ങൾ നടക്കുന്നുണ്ട്. പേടിപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. എപ്പോഴോ എങ്ങനെയോ എവിടെ വെച്ചോ അറിഞ്ഞുകൂടാ. ദാ കിടക്കുന്നു ദൈവമേ, എല്ലാം നിവൃത്തിയാക്കി ഞാൻ കിടക്കുകയാണ്. എന്നെ നീ ഏൽപ്പിച്ച താലന്തുകൾ, 2 മക്കൾ, 5 മക്കൾ, 10 മക്കൾ, ഇതെൻ്റെ താലന്തുകളാണ്. ഞാൻ കൃത്യമായി ഇവരെ വളർത്തി, വേണ്ടതെല്ലാം ഞാൻ കൊടുത്തു, നിൻ്റേതാക്കി. സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? കുഞ്ഞുങ്ങളില്ലായിരിക്കില്ലേ? കൊച്ചുങ്ങളുടെ മക്കളെങ്കിലും കാണും, അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ കാണും. നിങ്ങൾക്ക് കരയണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് മാത്രമേ നമ്മുടെ സഭയെ ഇന്ന് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. കാലം ചെയ്ത ഗീവറീസ് ദിദിയോൻ ബാവ, കുറിച്ചി ബാവ, ദേവലോകത്തിൻ്റെ തൊട്ടിങ്ങപ്പുറത്ത് നമുക്കൊരു ചാപ്പലുണ്ട്, അറിയാമല്ലോ എല്ലാവർക്കും. ദേവലോകം, നമ്മൾ കുർബാനയ്ക്ക് പോകുന്ന ചാപ്പലുണ്ട്, മാതാവിൻ്റെ നാമത്തിലാണ് ആ ചാപ്പല്. അത് പണിത സമയത്ത് ഞാൻ വായിച്ചതാണ്. അതിൻ്റെ അകത്ത് എഴുതി, സ്ത്രീകളെ എല്ലാം വരുത്തി, കോട്ടയം ഭദ്രാസനത്തിലെ മത്തമറയം സമാജക്കാരെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരിമാരെ, പരിശുദ്ധ
തമ്പുരാനെ പറ്റ അമ്മയുടെ നാമത്തിലാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. നിങ്ങൾ നിരന്തരം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. ഞാൻ അവിടെ നിൽക്കുമ്പോഴൊക്കെയും ബാവ പറഞ്ഞത് ഓർക്കും. പിതാക്കന്മാർ തന്നച്ചു പോയേക്കുവാണ് പള്ളികൾ മാതാവിൻ്റെ നാമത്തിൽ. ആർക്കൊണ്ട് ഉത്സാഹം വരാൻ? ആർക്കൊണ്ട് ഉത്സാഹം? നമ്മുടെ ഉത്സാഹവും നമ്മുടെ തേടലും എന്താണ്? മദീനി ഇതൊന്നുമല്ല തേടേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ, അവരൊക്കെ വിദേശത്തായിരിക്കും മിക്കവാറും പേര്. അവിടെ വെച്ചും അവർ ദൈവത്തെ അറിയാൻ തക്കോണം നിങ്ങൾ ഇവിടുന്ന് വിടണം. അവർ പോകുന്നതിൽ ഞാൻ കുറ്റം പറയുകയല്ല. ഞാൻ അച്ഛൻ ഓർപ്പിച്ചതുപോലെ 6 കൊല്ലം ഞാൻ UK ഉണ്ടായിരുന്നു, പഠിക്കാൻ പോയതാണ്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ പള്ളിയില്ല. UK ലണ്ടനിൽ പോകും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുർബാനയ്ക്ക്. ഞാൻ പഠിപ്പിച്ച നേഴ്സുമാരെല്ലാം 2003 മൈഗ്രേറ്റ് ചെയ്ത് കൂട്ടമായി വന്നപ്പോൾ എന്നോട് ആദ്യത്തെ ചോദ്യം, സിസ്റ്റർ ലണ്ടനിലേക്ക് പ്ലെയിനൊക്കെ എടുത്തു പോയി, ഞങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ഞങ്ങളുടെ പിള്ളേർക്ക് OVS പഠിക്കണ്ടേ, സൺഡേ സ്കൂൾ പഠിക്കണ്ടേ? വളരെ സന്തോഷം തോന്നി. ദൈവമേ, ഇവർ വന്നിട്ടും തേടിയത് വേറെ ഒന്നും അല്ലല്ലോ, എന്നെ തേടി വന്നേക്കുവാണ്. നമുക്ക് പ്രാർത്ഥന വേണം, നമുക്ക് സൺഡേ സ്കൂൾ വേണം, നമുക്ക് OVBS വേണം. എനിക്കുണ്ടായ സന്തോഷം. ഇന്ന് അവിടെ എത്രയോ പള്ളികളാണ്. ഞാനായിരുന്നിടത്ത് നമുക്കറിയോ, സിനിമേനി കാലം ചെയ്യുന്നതിന് മുമ്പ് വന്ന് കുദാശ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അപകടത്തിൽപ്പെടുന്നതും മരിക്കുന്നതും. ധാരാളം പള്ളികളായി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അവരാഗ്രഹിച്ചത് ഇവർക്ക് കിട്ടിയല്ലോ ദൈവമേ. OVBS, സൺഡേ സ്കൂൾ എല്ലാം ഇപ്പോൾ അവിടെയുണ്ട്. കുഞ്ഞുങ്ങളെ അതുപോലെ എവിടെ വിട്ടാലും അവർ തേടുന്നത് വേറെ ഒന്നുമല്ലായിരിക്കും. പള്ളിയായിരിക്കും, പട്ടക്കാരനായിരിക്കും, ഒരു സിസ്റ്ററുണ്ടെങ്കിൽ സിസ്റ്ററിനായിരിക്കും. നിങ്ങൾ പഠിപ്പിച്ചിട്ടത് കൊണ്ട് മാത്രമാണ് ആ കുട്ടികൾ ദൈവത്തെ തേടിയത്. ഇല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോയേനെ. അവർ ഓർത്തഡോക്സ് പള്ളി അന്വേഷിച്ച് നടക്കുകയാണ്. ഇതിൽ പറയും എന്താ നമുക്ക് വേണ്ടിയത്? നമുക്കോരോ നിയോഗമുണ്ട്. ഓരോ സമയത്തും പോകുമ്പോൾ ഡബ്ലിനിലും ഒക്കെ ദേവാലയങ്ങൾക്ക് പണിയിൽ നമുക്ക് ദൈവം നമ്മളെ ഉപയോഗിച്ച് ഇതിനൊക്കെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പരിശീലിപ്പിച്ച് ഈ ലോകത്തിൽ എവിടെ വിട്ടാലും അവർ ദൈവത്തെ തേടിയിരിക്കും. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ 3 പ്രാവശ്യം അമേരിക്കയിൽ പോയി. 3 മാസം പോയി. ഞാൻ പഠിപ്പിച്ച ധാരാളം നഴ്സുമാരാണല്ലോ, എവിടെ പോയാലും നമുക്ക് കിട്ടും അവരെ. അതിൻ്റെ ഒരു ഭാഗ്യം. ചെന്നിടത്തൊക്കെയും ഒരു വലിയ നോമ്പിലാണ് ഞാൻ ചെല്ലുന്നത്. അവർ പറഞ്ഞ ഒരു കാര്യം, സിസ്റ്ററെ നോമ്പ് വന്നാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ഇവിടുത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പിന്നെ നോൺ വെജ് വേണ്ട, അവർക്ക് വെജിറ്റേറിയൻ. അമേരിക്കയിലാന്ന് ഓർക്കണം, അമേരിക്കയിൽ ജനിച്ച് വളർന്ന കുട്ടികളാണ് ഈ പറയുന്നത്. അവരുടെ നോമ്പും ഉപവാസവും കാരണം ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പ്രയാസം. ഇറച്ചി മീനാണ് എളുപ്പം, ഫ്രിഡ്ജിലുണ്ടാക്കിയിട്ട് പോകാം, പറ്റുന്നില്ല. എന്തൊരു ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്താ കേൾക്കേണ്ടത്? ആ കുഞ്ഞുങ്ങൾക്ക് തേടുന്നത് അവരെന്താണ്? അവരെ ശരിക്കും നോമ്പ് നോക്കണം, ഉപവസിക്കണം എന്നുള്ള ഒരു തലമുറ അവിടെ ഉണ്ടായിരുന്നു. ബർണമാസ് തിരുമേനിയായിരുന്നു അന്ന്, ഞങ്ങളുടെ തിരുമേനിയായിരുന്നു കോലഞ്ചേരിയിലെ. എന്ത് കണ്ടിട്ട് ആകർഷിച്ചത് തിരുമേനിയെ? ആകാരഭംഗിയ, ഭാഷിക അല്ല, ജീവിതം. അവർ പറഞ്ഞ് ഞങ്ങൾ തിരുമേനിയെ കണ്ടാണ് ഇത്രയും പേര് സെമിനാരി വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവിതം. നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അഭ്യസിപ്പിച്ച് എവിടെ വിട്ടാലും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അവരെ വിട്ടാൽ അവരൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവർ ദൈവത്തെ തേടുന്നതായിരിക്കും എന്നുള്ളൊരു സംശയിക്ക് വേണ്ട. കാരണം ഞാനിതെടുത്തു പറയുന്നത്, നിങ്ങളൊക്കെയും പഠിപ്പിച്ചു വിട്ട കുട്ടികൾ ലോകത്തിന് നാനാവശത്തും പോയിട്ട് തേടിയത് ദൈവത്തെ ആണെന്ന് പറയാൻ വേണ്ടിയാണ്, അല്ലാതെ ഞാൻ അവിടെ പോയെന്ന് പറയാനല്ല. കണ്ട കാഴ്ചകളാണിത്. നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾക്ക് സമയമുണ്ടോ? നമ്മുടെ സമയം എവിടെ നമ്മൾ ചിലവഴിക്കുന്നു? എവിടെ എന്തും മാത്രം സമയം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് സമയത്തെ കൃത്യതയോടെ ഉപയോഗിക്കുന്നില്ല? എത്ര വീട്ടിൽ പ്രാർത്ഥനയുണ്ട്? ഇപ്പം നോമ്പാണ്. നോമ്പ് ദിവസങ്ങളിലെങ്കിലും ഭക്ഷണം പോട്ടെ, പ്രാർത്ഥനയെങ്കിലും ഇത് ശീലമാക്കിയിട്ടില്ല നമ്മൾ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ശീലമാണ് അവരെ വലിയവരാക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ പറയാനുള്ളത്. പറയാൻ നിന്നാൽ ഇന്നുകൊണ്ടൊന്നും തീരൂല. അതുപോലെയുള്ള അമ്മമാരെ കണ്ടുമുട്ടിയതിൻ്റെ അനുഭവ സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എവിടെ പോയാലും ഈ അമ്മമാരെ മറന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. സ്നേഹം നിറഞ്ഞൊഴുകുന്ന അമ്മമാരെ കണ്ട് കെട്ടിപ്പിടിച്ച് അവർ വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ചാരിതാർത്ഥ്യമുണ്ട്, നമുക്കൊരു ആത്മനിർവൃതിയുണ്ട്.
അതാണ് നമുക്ക് വേണ്ടിയത്. ഇതെല്ലാം കാണാൻ ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതും ഇല്ല, ഇപ്പോൾ ഇല്ലല്ലോ ഞങ്ങളെപ്പോലെ ഉള്ളവർ. അത് വേറെ, അത് പിന്നെ പറയുന്നത് അതില്ല. അതിനൊന്നും സമയമില്ല നമുക്ക്. പാവം തിരുമേനി ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനും തിരുമേനും കൂടെ ഒരു സ്റ്റേജിൽ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. മാവേലിക്കൽ വെച്ചൊരു ദൈവവിളി ക്യാമ്പ് നടത്തി. തിരുമേനി ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു മൈതാനത്ത് വലിയ പാന്തലൊക്കെ കെട്ടിയ ദൈവവിളിയാണ്. ഞാൻ ചെല്ലുന്ന ലാസ്റ്റ് ഡേയില്ല. സ്റ്റേജിൽ എന്നെ കൊണ്ട് ഇരുത്തി. തിരുമേനി പറയുകയാണ്, ഞാൻ ഇപ്പോഴും എൻ്റെ കാതിൽ മുഴുവൻ, ഞാൻ പലയിടത്തും പറയുകയാണ്, തിരുമേനി 3 ദിവസം അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ദൈവവിളിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തിരുമേനി ചോദിച്ചു, നിങ്ങൾക്ക് പൂർണ്ണ സമയം ദൈവത്തെ ആരാധിച്ചും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ 50 ആമ്പിള്ളേർ കൈപോക്കി, 10 പെമ്പിള്ളേരും കൈപോക്കി. ഓക്കെ. 2-ാം ദിവസം ചോദ്യം, ഈ 50 പേരിൽ എത്ര പേർക്ക് 100% ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ട്? 5 പേര് കൈപോക്കി. പെൺപിള്ളേർ ഒരെണ്ണം പോലും കൈപോക്കി. തിരുമേനി എന്നോട് പറഞ്ഞതാണ്, ഇതാണ് ദൈവവിളിയിൽ കിട്ടിയ ഞങ്ങളുടെ റിവാർഡ്. അത് പോട്ടെ, അത് ദൈവം വിളിക്കുന്നവർ വരട്ടെ. പറയുന്നത് അഭ്യസിപ്പിക്കും നിങ്ങൾ. അവർക്ക് അഭിരുചി വരും. കോൺവെൻറ്റുകൾ എത്ര ഉണ്ടെന്നറിയാമോ? ഒരിടത്തെങ്കിലും നിങ്ങളൊന്ന് വിടുന്നുണ്ടോ? ഈ കോൺവെൻറ്റിൽ ഒന്ന് പോന്ന് നോക്ക്. നമ്മൾ ഒരാഴ്ച പോയി ഒന്ന് പ്രാർത്ഥിക്കേ, സിസ്റ്റേഴ്സിനൊപ്പം നിൽക്കേ. ഇവരൊക്കെ വിവിധ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നു. വിടത്തില്ലാരും. ഞങ്ങളെങ്ങാനും പിടിച്ചോണ്ട് പോകുമെന്ന് പേടിച്ച് വിടത്തിൽ പൊക്കൂ നീ. പക്ഷേ സിസ്റ്റർമാർ പറയും, വണ്ടി പോയേക്കരുത്. താക്കീത് അവർ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, പപ്പയും മമ്മി പോന്ന് കൊള്ളാം, മഠത്തിലൊന്നും ചേർന്നേക്കരുത്. എന്താ ചേർക്കണ്ട, ഞങ്ങൾക്കൊരു വിഷമമില്ല. പറയുവാണ്, ഇതിനൊന്നും നമുക്ക് സമയമില്ല, അഭ്യസിപ്പിക്കുന്നില്ല. നിങ്ങൾ പരിചയിപ്പിച്ച് വിട് കുഞ്ഞുങ്ങളെ. ലോകത്തിലെവിടെ പോയാലും അവർ ശോഭിച്ച് വിളങ്ങും. കുറേ കാര്യങ്ങളുണ്ടാവും. ഞാനിവിടെ പറഞ്ഞ ഒരു കാര്യമാണ്, പക്ഷെ അത് പറയാതെ എനിക്ക് ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടില്ല. വർഷം 40 ഞാൻ പറഞ്ഞത് ഒരു പക്ഷെ പലരും കേട്ട് കാണും. അങ്ങനെയുള്ളവർ എന്നോട് ക്ഷമിക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, അത്രമാത്രം എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്, ഒരു മോനാണ്. വെല്ലൂർ CMCയിൽ ഞാൻ MSc പഠിക്കുമ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് വന്ന ഒരു മോനെക്കുറിച്ചാണ് പറയുന്നത്. പേരും പറയുന്നില്ല, നാടും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ പലരും അറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 1 കൊല്ലം അവനവിടെ കടന്നു. എന്തിനാ വന്നത്? അവൻ്റെ കാലിൽ ആർട്ടിഫിഷ്യൽ കാല് വയ്ക്കാനായിട്ട് വന്നതാണ്. ജനിച്ചതും വളർന്നതും ഷാർജായി. അപ്പനും അമ്മയ്ക്കും ഏക മകൻ. 10ാമത്തെ വയസ്സിൽ വിശുദ്ധ മദ്ബഹായിൽ ചെന്നു. ഷാർജ പള്ളി പരിമല തിരുമേനിയുടെ നാമത്തിലാണ്. പരിമല ഭക്തൻ, നല്ലൊരു കുട്ടി. അപ്പനും അമ്മയും അവനെ വളർത്തിയത് അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു മകനെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനെ കൊണ്ട് ഉപവസിപ്പിക്കാൻ മറന്നില്ല, നോമ്പെടുക്കാൻ മറപ്പിച്ചില്ല, പ്രാർത്ഥിക്കുന്ന കാര്യം അവന് പറഞ്ഞു കൊടുക്കാതിരുന്നില്ല. എല്ലാം നിറപടിയായി ചെയ്തു. അവൻ വളർന്നു. 18ാമത്തെ വയസ്സിൽ അവൻ നാഗ്പൂർ ആൻറ്റിയുടെ വീട്ടിൽ വന്നു. ആ കൊല്ലത്തെ കഷാനുപാഴ്ചയിലെല്ലാം പങ്കെടുത്തിട്ട് അവൻ ബൈക്കുമായി ഒരു പോക്കറ്റ് റോഡിലേക്ക് പോകുമ്പോൾ ഒരു ലോറി എതിരെ വന്ന് അവനെ തള്ളിയിട്ട് താഴെ. അവൻ്റെ വലത് കാൽ മുട്ടിന് താഴെ തൂങ്ങിക്കിടക്കുകയാണ്. അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ്, അവൻ്റെ ബർത്ത്ഡേക്ക് എന്നെ മാറ്റി നിർത്തി പറഞ്ഞത്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. നമ്മുടെ സഭയ്ക്ക് സാക്ഷ്യം പറിച്ചില്ല, എനിക്ക് സിസ്റ്ററിനോടൊന്ന് പറയണമെന്ന് പറഞ്ഞ് ഞാൻ വരാന്തിലേക്ക് കൊണ്ട് എന്നോട് പറഞ്ഞ സന്തോഷത്തോടുകൂടി അവർ പറയുവാണ്. കാലറ്റുപോയി അവനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു, നാഗ്പൂർ മെഡിക്കൽ കോളേജിൽ. അപ്പനെ അമ്മയെ അറിയിച്ചു, വരികയാണ്. അബോധാവസ്ഥയിലായി. അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനിയത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവൻ ആ അനസ്തീഷ്യയിൽ നിന്ന് റിക്കവർ ചെയ്യുമ്പോൾ കണ്ണ് തുറന്നു അമ്മ അടുത്തിരിപ്പുണ്ട്. അമ്മയുടെ കയ്യിൽ ബലമായിട്ട് പിടിച്ചു. അമ്മേ, എൻ്റെ കാൽ മുറിച്ച് കളഞ്ഞല്ലേ? ശരി, കളഞ്ഞു. അടുത്തത്, അമ്മേ, ഇനി എനിക്ക് മദ്ബഹായി കയറാൻ പറ്റൂലല്ലേ? ഇനി എനിക്ക് അവിടെ കയറി ശുശ്രൂഷക്കാരാനാൻ പറ്റൂലല്ലേ? കാരണം എനിക്ക് ഇനി 1.5 കാലല്ലേ ഉള്ളൂ. ആ അമ്മ പറയുകയാണ്, സിസ്റ്ററെ, എൻ്റെ കുഞ്ഞിൻ്റെ കാല് പോയി. എങ്കിലും അവൻ ഉറക്കം തെളിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചില്ല, എനിക്ക് എൻജിനീയർ ആകാൻ പറ്റില്ലല്ലോ, എനിക്ക് ഡോക്ടറാകാൻ പറ്റില്ലല്ലോ, പൈലറ്റ് ആകാൻ പറ്റില്ലല്ലോ എന്ന് അവൻ ചോദിച്ചില്ല. അവൻ്റെ അബോധാവസ്ഥയിൽ അവൻ ധ്യാനിച്ചത് എന്താണ്? എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നു കളഞ്ഞു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ദേവാലയത്തിൻ്റെ മദ്ബഹായായിരുന്നു അവൻ്റെ എരിച്ചിലിൻ്റെ കാര്യം. സാധിക്കുമോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അങ്ങനെ പറയാൻ? എത്ര വിശുദ്ധമായിട്ടാണ് അവൻ ജീവിച്ചെന്ന് ആലോചിച്ച് നോക്കി. അമ്മ പറഞ്ഞില്ല, മോനെ ശരിയില്ല, നിന്നെക്കൊണ്ട് ദൈവത്തിന് ഒത്തിരി പ്ലാൻ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. അവനിന്ന്
വലിയൊരു കോളേജ്. ഞാൻ ഇന്നും അവനെ കോണ്ടാക്ട് ചെയ്യണം. ഞാൻ പറയും, ബിനു, നിൻ്റെ കാര്യം പറയാത്ത ഒരു പ്രസംഗം എനിക്കില്ല, നീ എന്തിനാ സിസ്റ്റർ എൻ്റെ കാര്യം പറഞ്ഞു? ഞാൻ പറഞ്ഞു, നീയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് ഞാൻ പറയാറുണ്ട്. ആ അപ്പനും അമ്മയും അവനെ വളർത്തിയതാണ് സഹോദരികളെ. പിന്നീട് അവർ പറയുകയാണ്, നോമ്പുകാലം വന്നാൽ അപ്പൻ്റെ പെങ്ങടെ വീട് മർത്തോമ, ആ ടേബിളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഇരുന്നാലും ഇടവകയിലെ അച്ഛൻ ഉച്ചയ്ക്ക് ചെന്നപ്പോൾ അവൻ മാറിയിരുന്നുകൊണ്ട് കഞ്ഞിയും പയറും അച്ചാറും കഴിക്കുന്നു. ചോദിച്ചു, മോനെ നിനക്കൊരു ബുദ്ധിമുട്ടുമില്ലേ ഇവരുടെ അടുത്ത് ഇങ്ങനെ? ഇല്ലച്ചാ, എൻ്റെ പപ്പായും മമ്മിയും എന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. കേൾക്ക്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല, ഓർത്തുകൊള്ളണം. 7 വയസ്സ് വരെ എന്ത് നിങ്ങൾ അവിടെ ഇട്ട് കൊടുത്താലും സ്പോഞ്ച് പോലെ അവർ വലിച്ചെടുക്കും. ഞങ്ങൾ സൈക്കോളജി പഠിക്കുന്ന ചൈൽഡ് സൈക്കോളജി, ഫ്രം ദ ഇൻസെപ്ഷൻ, അതായത് ഗർഭാവസ്ഥ മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിട്ട് കൊടുക്കുന്നോ അത് അതുപോലെ എടുക്കുന്ന ഒരു പ്രായമാണ്. കൊടുത്തോ സ്നേഹം, കൊടുത്തോ കരുതൽ, ദൈവത്തെ കൊടുത്തോ, ഒന്ന് തിരിഞ്ഞു നോക്കിക്കോ. കുറ്റപ്പെടുത്തുകയല്ല, മനസ്സിലാക്കി പറയുന്നതാണിത്. കൊടുത്താൽ തിരിച്ചായിട്ട് എന്നെങ്കിലും അവനത് പുറത്തെടുത്തുള്ളൂ. സ്നേഹക്കുറവ്, കരുതലില്ലായ്മ, വാത്സല്യമില്ലായ്മ, ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ പുറപ്പെട്ടു പോകുന്നതിൻ്റെയും ഈ കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം. ഞങ്ങൾക്കൊരു സ്കൂളുണ്ട് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പിള്ളേർ പഠിക്കുന്ന 3000 പിള്ളേർ പഠിക്കുന്ന സാധാ സ്കൂള്. അതിൽ ഒരു 18% കുട്ടികളും നോട്ട് സ്റ്റേബിൾ അറ്റ് ഹോം, സിംഗിൾ പേരൻറ്റ് അല്ലെങ്കിൽ സിംഗിൾ ചൈൽഡ്. ഞങ്ങൾ വളർത്തുകയാണ് അവരെ. ആലോചിച്ച് നോക്കുക അവരുടെ ബാല്യം. അവർ 18 വയസ്സ് കഴിയുമ്പോൾ ഇത് ചെയ്തില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. സ്നേഹത്തിൻ്റെ കണിക പോലും കിട്ടാതെ വളരുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ കാടടച്ച് വെടിവെക്കുന്നുണ്ട്. പിള്ളേരങ്ങനെ പോയി ഇങ്ങനെ പോയി. എന്തുകൊണ്ട് അവരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും. വിശുദ്ധ മാമോദീസ എന്ന ദിവ്യ ശുശ്രൂഷ നടത്തുമ്പോൾ എത്ര പേര് വരുന്നുണ്ട് അതിന് സംബന്ധിക്കാൻ. മാമോദീസ മുക്കുമ്പോൾ ആ കുഞ്ഞും അതിൻ്റെ വീട്ടുകാർ 2 പേരെ മാമോദീസ തൊട്ടിയുടെ അടുത്ത് കാണും. എന്താ പറയുക അവിടെ പ്രാർത്ഥിക്കുമ്പോൾ? ഈ പൈതലിനെ സഭയോട് ചേർക്കണമേ, നിൻ്റേതാക്കണമേ. വരണം ഇടവകക്കാരും. പണ്ടങ്ങനെയല്ലായിരുന്നോ? ഇടവകക്കാരും വരും. മാമോദീസയ്ക്ക് ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാക്കുന്ന പ്രക്രിയ നടക്കുന്നിടത്താണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞിനെ ഇടവക്കാർക്ക് മുഴുവൻ അറിയാം. അവൻ തെറ്റിപ്പോയാലും പറയാം, നീ ഇന്നടത്തെ കുഞ്ഞല്ലേ എന്ന്. ഇപ്പം ആർക്കറിയാം? ഈ ഇടവകയിൽ കുഞ്ഞുങ്ങളെ അറിയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതൊക്കെ അറിയണം. സഭയുടെ ശക്തി തിരിച്ചെടുക്കണം നമ്മൾ. നമ്മുടെ സഭ അങ്ങേയറ്റം ഉയർന്ന സഭ തന്നെയാണ്. അച്ഛൻ ഓർപ്പിച്ച്, ഞാൻ റഷ്യയിലൊന്ന് പോയി നവംബർ ഡിസംബറിൽ കൊടും തണുപ്പിൽ -32 ഞങ്ങൾ അവിടെയായിരുന്നു. ഞാനും എൻ്റെ കോൺവെൻറ്റ് വേറെ സിസ്റ്ററും അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, വിശുദ്ധ ദൈവമാതാവ് എന്ന് പറയുന്ന അത്യോട്ടോക്കോസ് ദൈവമാതാവ്. ഏത് പള്ളിയിൽ ചെന്നാലും വിശുദ്ധ ദൈവമാതാവ്. അവരുടെ കഷ്ടങ്ങളിൽ അവർ തകർത്ത് തൂത്തെറിഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ. ഒന്നുമില്ലാതെ ആശ്രമങ്ങളും മഠങ്ങളും എല്ലാം തല്ലി തകർത്ത് തീ വെച്ചു. എന്നിട്ടും അവർ താണുപോകാതെ ഇന്ന് ഉയർന്നു നിൽക്കുന്നെങ്കിൽ മാതാവ് ദിവസവും പ്രത്യക്ഷപ്പെടുകയായിരുന്നു. പറയും, പേടിക്കരുത്, കൂടെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട പടങ്ങളെല്ലാം അവർ ഐക്കണായിട്ട് വരച്ച് അതിവിശുദ്ധമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പോയ എല്ലാ ആശ്രമങ്ങളും മഠങ്ങളും ഞങ്ങൾ കണ്ടതാണ്. മാതാവിൻ്റെ ശക്തിയാണ് ഞാൻ പറയുന്നത്. അവരെ ധൈര്യപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത് വിശുദ്ധ ദൈവമാതാവാണ്. അത്രയും ശക്തിയുണ്ട് അവിടെ. വരണം, ഇവിടെ നോക്കണം. രാവിലെ വരണം. വല്ലപ്പോഴും വന്നിട്ട് അച്ഛൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പൊക്കോളം പറയുമ്പോഴല്ല നിങ്ങൾ വരേണ്ടിയത്. ഇനിയെങ്കിലും നിങ്ങളുടെ അച്ഛന്മാർക്കൊരു സന്തോഷം വരട്ടെ. പേരെഴുതി കൊടുക്കും തലേ ദിവസം. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചോ, യാചിക്കേണ്ടും സമയമീത. അച്ഛൻ ഘോരം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കണം. ഇത് 3 തലക്കെട്ടാണ് അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്. ദുബ്ദേനിൽ മരിച്ചവർക്കും ജീവനുള്ളവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര പേര് കേൾക്കുന്നുണ്ട്? ആ ദുബ്ദേൻ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ? ആർക്കു വേണ്ടി ഇതൊക്കെ പ്രാർത്ഥിക്കുന്നു? ഇതാണ് നമുക്ക് പറ്റിയ അബദ്ധം. എന്നിട്ട് പറയും, ഇവിടെ പോയിട്ട് എന്താ കിട്ടുന്നതെന്നും കൂടെ ഒരു ചോദ്യം. പെന്തക്കോസ്ത് പോയി കൈയടിച്ച് ഇച്ചിരി നേരത്തേക്കിന് ഒരു സന്തോഷം കിട്ടും. എന്തൊരു സന്തോഷം!
ദൈവവചനം പറയുന്നു, പിള്ളേർ പറയുന്ന അവിടെ ഇപ്പോൾ എന്ത് രസമാണ്, എന്ത് രസം. അതനുഭവിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ സന്തോഷം അവർക്ക് കിട്ടിയേനെ. അവിടെ പോയി ഇന്ന് കരഞ്ഞിരുന്നെങ്കിൽ അവർ പോകത്തില്ലായിരുന്നു. ഇനിയെങ്കിലും നോമ്പെടുക്കണം, ശരിക്ക് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. നമ്മൾ തിരിഞ്ഞു നോക്കും, നമ്മുടെ തലമുറ. എൻ്റെയൊക്കെ വല്യപ്പച്ചൻ വല്യമ്മച്ചന്മാർ നോക്കിക്ക് മരിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ കാണാൻ പോകും, എല്ലാവരും പോവും. നമ്മളൊരു കാര്യം പറയും, ഓ ആ അമ്മച്ചിയുടെ മുഖത്ത് എന്താണെന്നാ പറയുന്ന അച്ഛാ, നല്ല ഗ്രേസാന്ന് പറയുന്ന അച്ഛൻ പറയുന്നത് ശരിയാ, നല്ല ശോഭയാന്ന് പറയാറില്ലേ, പറയാറില്ലേ, പറയും. ഞങ്ങളുടെ സിസ്റ്റേഴ്സും പോയിട്ട് പറയും, അയ്യോ എന്ത് രസമായിരുന്നു അമ്മച്ചിയെ മരിച്ചു കിടക്കുന്ന കാണാൻ. പറയും, എവിടുന്ന് വന്നതാ, ഏത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടാ കിട്ടിയേ? അടുക്കള ബ്യൂട്ടി പാർലർ അല്ലേ? നിങ്ങൾ ആവി പിടിക്കും, ഏതാണ്ടൊക്കെ ചെയ്യുമല്ലോ മുഖത്ത് ശരിയാക്കാനായിട്ട്, എനിക്കറിഞ്ഞൂടെ എന്നു. അതിന് പകരം കഞ്ഞിയുടെ വെള്ളത്തിൻ്റെ ആവി, ചൂടുവെള്ളത്തിൻ്റെ ആവി, കാപ്പിയുടെ ആവി, പുക, ഇതെല്ലാം കൂടി എടുത്തിട്ടൊരു ഒരു 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 സരിപാടിയുണ്ട്. അത് വേർത്തങ്ങ് തൂത്തുകളും അത് ശരിയായി. അതിൻ്റെ അകത്തേക്ക് പിന്നെ വെല്ലം പുരട്ടണം, എണ്ണ വെച്ച് അങ്ങ് കുളിക്കും. പിന്നെ നോമ്പെടുക്കും, പ്രാർത്ഥിക്കും, കുമ്പിട്ട് പ്രാർത്ഥിക്കും, നല്ല ചിന്തകൾ. തിരുമേനി ഓർപ്പിച്ചതുപോലെ ആ നായെപ്പോലെ അന്യർക്ക് വേണ്ടി കരുതും. പട്ടിണി കിടക്കുന്ന വീട്ടിൽ പോയി ഭക്ഷണം കൊടുക്കും, ഇല്ലെങ്കിലും വയറ് മുറുക്കിയെടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. മരിച്ചു ദേ കിടക്കുന്നു, എല്ലാം നിവൃത്തിയായി, സുന്ദരി അമ്മ. ഇത്രയേ ഉള്ളൂ ജീവിതം. ഇങ്ങനെ നമ്മൾ സംസ്കരിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ശവസംസ്കാരം എന്നാണല്ലോ പറയുന്നത്. സംസ്കാരം വേറൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനിയെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാം. എനിക്ക് തന്ന അവസരത്തിന് ഞാൻ അച്ഛന് നന്ദിയോടെ എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാകില്ല. ഇതൊക്കെ എനിക്ക് പറയാൻ എൻ്റെ സഹോദരങ്ങൾക്ക് തന്നല്ലോ എന്നോർത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറയണേ മനസ്സിൽ തിങ്ങി നിൽക്കുക. കാരണം ദിവസവും മാതാപിതാക്കൾ ഞങ്ങളുടെ അടുത്ത് വരികയാണ് സങ്കടം പറഞ്ഞുകൊണ്ട്, എൻ്റെ മോൾ അങ്ങനെയാണ്, എൻ്റെ മോൻ ഇങ്ങനെയാണ്, ദിവസവും കരയുവാണ്. എന്തായാലും ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചെന്ന് പറയണമല്ലോ നമുക്ക്. അതുകൊണ്ട് കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, കേട്ട കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേ. ആസന്നമായി രണ്ടാമത്തെ വരവ്, അത് ഇടിപിടിയെന്നല്ല, ഭാഗം ഭാഗമായിട്ട് അങ്ങ് പോകും. നമ്മൾ ഒരുങ്ങിയിരുന്നോണം, പ്രാർത്ഥിക്കണം ജാഗ്രതയോടെ. നോമ്പ് ശരിക്കും നോക്കണം. ഈ 15 നോമ്പ് നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. രാവിലെ വരണം, അച്ഛൻ നോക്കുമ്പോൾ അവിടെ കുറച്ച് പേരെങ്കിലും പ്രാർത്ഥിക്കാൻ കാണണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. സക്കര്യാ പുരോഹിതൻ പ്രാർത്ഥിക്കാനായിട്ട് കയറിയപ്പോൾ ജനം എന്നാ ചെയ്യുമായിരുന്നു അവിടെ എഴുതി വെച്ചേക്കുന്നത്? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജനം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ ദർശനം കിട്ടുകയാണ് അവിടെ. ഇവിടെ അച്ഛൻ ഇങ്ങോട്ട് തിയോബോ എത്തിച്ചുകൊണ്ട് ഉസോയ്ക്ക് വരുമ്പോൾ 4-6 പേരുണ്ട്, 2 അപ്പച്ചനും 2 അമ്മച്ചിയും കാണും അവിടെ. ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം വീട്ടിൽ കിടക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനം അച്ഛന് കിട്ടും. അച്ഛൻ നിങ്ങളോട് ആ ദർശനം പറയും, എന്ത് ചെയ്യണം. അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ. ഇനിയെങ്കിലും നമ്മുടെ മന്ദതയൊന്ന് മാറ്റണം, ഈ ഉറക്കം തൂങ്ങലൊന്ന് മാറണം, ഉണർവുള്ളവരായിരിക്കണം. കർത്താവ് പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയിട്ട് ഉറക്കം തൂങ്ങി എല്ലാം കഴിഞ്ഞ് മതി, നിങ്ങൾ ഉറങ്ങിയല്ലോ, ശരി ബാക്കി നിങ്ങളുടെ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഒരു കുറ്റം പറഞ്ഞില്ല കർത്താവ്. എന്നോടുകൂടി ഉണർന്നിരിക്കണം, ഞാൻ പോവാട്ടോ, കഷ്ടതയാന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴൊക്കെ കിടന്നുകൊണ്ട് ഉറക്കം മതി, ദൈവത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് നിങ്ങൾ പൊക്കോ. ഇത് പറയും. ഇത് നമ്മൾ ഇത്രയും അമ്മമാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും വീടുകളിലുള്ള അമ്മമാരൊന്ന് ആലോചിച്ച് നോക്കി. എന്തോരു ഭാഗ്യമാണ് നിങ്ങളുടെ വീടുകൾക്ക്, എന്തോരു ഭാഗ്യമാണ് ഈ നിരണം ഭദ്രാസനത്തിന്. തിരുമേനിക്ക് എന്ത് അഭിമാനമായിരിക്കും. നിങ്ങൾ മാതൃകാപരമായി ഭദ്രതയുള്ള കുടുംബമായി തീർന്നു കഴിയുമ്പോൾ അവിടെ വിവാഹമോചനമില്ല, കുട്ടികൾ ഒളിച്ചോടിപ്പോകത്തില്ല, ഒരു കാര്യത്തിനും വ്യവഹാരത്തിനും ഇവരാരും വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തീർക്കാനുള്ള കാര്യമേ ഉള്ളൂ, നിങ്ങൾ തീർക്കണം വീട്ടിൽ. അതിന് സ്നേഹം, നസ്രത്തിലെ കുടുംബം പോലെ ആദർശ കുടുംബം, അധപതിച്ച കുടുംബമല്ല. അവിടെ എന്തു പറ്റി? ഭർത്താവും ഭാര്യയും തമ്മിൽ അറിയാതെ പോയി. എവിടെയോ ഭർത്താവ് പോയപ്പോഴത്തേന് ഭാര്യ പിശാചിൻ്റെ കാര്യം കേട്ട് അതിൻ്റെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തവിടെ. അധപതിച്ചതിനെ ദൈവം തമ്പുരാൻ തേടി 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 ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ കിട്ടി കൊടുത്തു. അവൾ ആദർശ കുടുംബത്തിൻ്റെ നായികയായി. അധികം സംസാരിച്ചില്ല, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യോസേപ്പ് ഒരു മുറുമുറുപ്പിനും പോയില്ല. മകൻ സത്യാന്വേഷി. എവിടുന്ന് കിട്ടി യേശു ക്രിസ്തുവിനെ? ഈ സങ്കീർത്തനങ്ങളെല്ലാം മാതാവിൻ്റെ വായിൽ നിന്ന് പറഞ്ഞു കൊടുത്തതാ. നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ തന്നെ ചോർത്തു. എൻ്റെ എത്ര കുഞ്ഞുങ്ങൾക്കറിയാം
ഒരു ബൈബിൾ വാക്യം യഹോവയുടെ ഇടയനാകുന്നു എന്നുള്ള ചിലപ്പോൾ അറിയാം. അതല്ലാതെ എത്രയെങ്കിലും ബൈബിൾ വാക്യം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾക്കറിയാമായിരിക്കും. കാരണം മർത്തമറിയം സമാജ ഇടയ്ക്കൊക്കെ ക്യൂസൊക്കെ ഉള്ളത് നിങ്ങൾ പഠിക്കും. പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാക്യങ്ങൾ. വേറെ വല്ലതും പഠിപ്പിച്ചു കൊടുക്കാതെ. അത് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കാൻ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ എന്ത് ചെയ്യണം? നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പാപം ചെയ്യാതിരിക്കാനുള്ള ഒറ്റ മാർഗം അതേ ഉള്ളൂ. കർത്താവ് വൈരിയെ തോപ്പിച്ചത് ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ തലമുറയ്ക്ക്. അച്ഛന്മാരൊക്കെ നിങ്ങളോട് പറയും, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം, ഊരുടിയിപ്പിക്കണം, ശനിയാഴ്ച അവരെ കൊണ്ട് പറയിപ്പിക്കണം. കഷ്ടത വരുമ്പോൾ, പ്രതികൂലത വരുമ്പോൾ മക്കളെ ഈ സങ്കീർത്തനം ഒന്ന് പാടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ധൈര്യപ്പെടുത്തണം. അതിനുള്ള ആർജവത്വം നമുക്കില്ല. കുട്ടികളുടെ മുമ്പിൽ തോറ്റുപോകുന്ന അപ്പനും അമ്മയാണ്. ഇപ്പോൾ അവരെ പേടിയാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയല്ലേ? അല്ലേ? ഒരാളിന്നും തലയാട്ടിട്ടുണ്ട്. മക്കളെ പേടിക്കുന്ന ഒരു അപ്പനും അമ്മയുടെ തലമുറയിൽ നമ്മുടെ ജീവിതം. അവർ വല്ലവും കാട്ടിക്കൂട്ടും. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക. അവർ കാട്ടിക്കൂട്ടുകയും ചെയ്യും. കേട്ടില്ല ഈ ഇടയ്ക്ക് ഒറ്റ മകൻ നേഴ്സ്, ദുർമാർഗി, അപ്പനും അമ്മയും ഗതികെട്ട് എന്ത് ചെയ്തു? കാറിൽ തീ കത്തിച്ചു പോയി. മകനെ പേടിച്ച അപ്പനും അമ്മയും. ഇതൊക്കെയാണ് വരാൻ പോകുന്ന ദുരന്തങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മർത്തമറിയം സമാജക്കാർ ബൈബിൾ വാക്യങ്ങൾ കാണാതെ പഠിച്ച് സംസാരിക്കുമ്പോൾ അത് പറയൂ. വേണ്ടാതിനും പറയാതെ, കുറ്റം പറയാതെ. മർത്തമറിയം സമാജക്കാർ ഒരു പ്രതിജ്ഞ എടുക്കണം. അനാവശ്യമായി എൻ്റെ വായിൽ നിന്നൊന്നും വരികില്ല. മറ്റുള്ളവരെ തളർത്തുകയോ മോശപ്പെടുത്തുന്ന ഒന്നും എൻ്റെ വായിൽ നിന്ന് വരില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പ്രബുദ്ധരാകും. അന്നേരം നിങ്ങളുടെ അടുത്തിലേക്ക് ഓടി വരുമോ? ഇന്ന മർത്തമറിയം സമയ യൂണിറ്റിൻ്റെ അടുത്ത് ചെന്നാലുണ്ടല്ലോ, അവിടെ ചെന്ന് അസമാധാനമായിട്ട് പോയാൽ സമാധാനമായിട്ട് തിരിച്ചു വരാവുന്ന. അടുത്ത യൂണിറ്റുകാരുടെ അടുത്ത് പോയാൽ സമാധാനം കൊണ്ട് പോയാൽ അസമാധാനമായിട്ട് പോരും. അതാണ് നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങൾ. അല്ല, അങ്ങനെ ആകരുത്. സമാധാനമുള്ളവരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. സമാധാനത്തോടെ പോകണം. എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുണ്ട് മർത്തമറിയം സമാജത്തിലെ ലില്ലി. എവിടുത്തെയാണെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരുടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം ചെന്നു. മർത്തമറിയം സമാജത്തിന് ബൈബിൾ വാക്യങ്ങളുടെ മത്സരത്തിന് മാർക്കിടാൻ പോയതാണ്. ഞാൻ ആ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ ചുമ്മാതൊന്ന് കണ്ണോടിച്ച് എല്ലായിടത്തൂടെ ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ, ചെറിയ ഇങ്ങനത്തെ തുണ്ടുകടലാസുണ്ടല്ലോ, മഞ്ഞങ്ങനെ പശയുള്ള ഒരിതുണ്ടല്ലോ. ഞാൻ നോക്കുന്ന സർവ്വ സ്ഥലത്തും ബൈബിൾ വാക്യങ്ങൾ. മിക്സിയുടെ പുറത്ത്, തേപ്പുവട്ടിയുടെ പുറത്ത്, ഫ്രിഡ്ജിൻ്റെ പുറത്ത്, എന്തൊക്കെ സാധനങ്ങളുണ്ട് അവരുടെ വീട്ടിൽ, അതിന് പുറത്തെല്ലാം ബൈബിൾ വാക്യങ്ങൾ എഴുതി വെച്ചേക്കുക. ഞാൻ ചോദിച്ചു, ലില്ലി ഇതെന്തൊരു പരിപാടിയെന്ന് വെച്ചാൽ പറയും, എൻ്റെ സിസ്റ്റർ അങ്ങോട്ട് തിരുമ്പോഴും ഞാനങ്ങ് മറന്നു പോവുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെല്ലുന്നിടത്ത് ഇതൊക്കെ വെച്ചേക്കാമെങ്കിലുണ്ടല്ലോ. ഫസ്റ്റ് അടിച്ചു, 100 മാർക്ക് മേടിച്ചവള്. ആലോചിച്ച് നോക്കി, സാധിക്കത്തില്ല. സാധാരണ സ്ത്രീ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. നമ്മൾക്കുണ്ടോ? നമ്മളെന്താ തൂക്കിയിട്ടിരിക്കുന്ന എല്ലായിടത്തും? ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളുടെ മക്കളുടെ റൂമിൽ കയറി നോക്കിയേ, എന്താ അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, എനിക്കറിയൂടെ അല്ലേ? ആരുടെയൊക്കെ പടം അവിടെ തോക്കുമായി തിക്കുന്നവരോടാണ്. ബിൻ-ലാദനൊക്കെയാണ് അവരുടെ മുറിയിലിരിക്കുന്നത്. കാരണം അതാണല്ലോ പഠിക്കുന്നത്. തോക്കുകൊണ്ട് വെടിവെക്കാനല്ലോ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. എല്ലാം ഉണ്ടല്ലോ നമ്മുടെ ഈ എന്താ പറയുന്ന മൊബൈലിലുണ്ടല്ലോ. ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നില്ല ഇവരെന്നോട്ടാ പോകുന്നു എന്നുള്ളത്. പഠിപ്പിച്ചു കൊടുക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടണം, ഇച്ചിരി വേദനിക്കണം നിങ്ങൾ. ഇല്ലാതെ ഒന്നും നടക്കില്ല. പൗലോസ്ലീഹ ഗലാത്യരുടെ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? വേദന എന്തിനെക്കുറിച്ചാകണം? യേശുക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പിന്നെയും പ്രസവപ്പെടുന്നതായ എൻ്റെ മക്കളെ ആ വേദന. എന്തിനാ വേദന വേണ്ടിയത്? യേശുക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ആ വേദന. നമുക്ക് വേദനയുണ്ട്. എഞ്ചിനീയറിന് കിട്ടിയില്ല വേദന, MBBS നീറ്റിന് കിട്ടിയില്ല വേദന, പൈലറ്റ് ആയില്ലെങ്കിൽ വേദന. യേശുക്രിസ്തുവിനെ കൊടുത്തില്ലെങ്കിൽ ഒരു വേദനയില്ല. ആ വേദനിക്കാത്തൊരു തലമുറ വന്നപ്പോഴത്തേനാണ് ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാം. സമയം ഇനിയുമുണ്ട്. നിരാശപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. ആനുകാലികമായി കാലികമായ കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. നമുക്ക് തിരിച്ചു പിടിക്കണം. നിങ്ങൾ ഉറപ്പായി നിൽക്കണം, ഉറപ്പുള്ളവരായിരിക്കണം. ഇത് കേട്ടിട്ട് അങ്ങ് പോയി 15 ദിവസം എനിക്ക് ക്ലാസ്സുണ്ട്. നല്ല നല്ല ക്ലാസ്സുകളാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ക്ലാസ്സിൻ്റെ ഒരു കുറവും വരില്ല. തിരുമേനി ഓർപ്പിച്ചതല്ല, അതിവിടെ മാത്രമാണ് ഇരിക്കുന്നത്, അതോ ഹൃദയത്തിലേക്ക് തട്ടി ഒന്നൊന്ന് ചലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ വരവ് ധന്യമായി. ഈ മഴക്കാലത്ത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ്
വളരെ സന്തോഷത്തോടെ എല്ലാവരും വളരെ ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത്. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്കിത് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ ഇരിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങൾ ആവശ്യക്കാരാണെന്നുള്ളത്. ദൈവം തരും. ഒറ്റക്കെട്ടായി നിന്നോണം. നിരണം ഭദ്രാസനത്തിലെ മർത്തമറിയാം സമാജക്കാരെല്ലാവരും ഒന്നിച്ച് നിന്ന് തിരുമേനിയുടെ കീഴിൽ, അച്ഛന്മാരുടെ കീഴിൽ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ, ഒന്ന് പ്രാർത്ഥിക്കും. ഈ നോമ്പ് വല്ലവരും കാണിക്കാൻ ചെയ്യാതിരിക്കേ. എല്ലാം തീരാറായിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ വയനാട്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം സ്വരൂപിച്ച് എന്തിയെ ഒന്നുമില്ല, എല്ലാം പോയി ഭൂമിയുടെ അടിയിൽ. സമ്പാദിച്ചതെല്ലാം പോയി. ഇനി നമ്മളവർ പടുത്തുയർത്തണം. തിരുമേനി ഓർപ്പിച്ചതുപോലെ നമ്മൾ ചുരുക്കുക, നമ്മളെ ചുരുക്കി അവർക്ക് കൊടുത്തേ മതിയാകൂ. ഇനി നമ്മൾക്ക് വേണ്ടി ആർജിച്ച് കൂട്ടി ഒന്നും വെക്കണ്ട. സ്വർണം വേണ്ട, വെള്ളം വേണ്ട, അത്യാവശ്യം മതി. ഇതൊക്കെ പോകാനുള്ളതാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. ഇതൊന്നും അധികം വേണ്ട, കുറച്ച് മതി. ആരെയും കാണിക്കാനുള്ളതല്ലിത്. പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. കൊടുത്തേ മതിയാവൂ. 50 അല്ല 100 വീട് വെച്ച് കൊടുക്കാൻ സാധിക്കും നമ്മൾ ഓർത്താൽ. തീർച്ചയായിട്ടും എല്ലാം മതിക മിതത്തിലേക്ക് നമ്മൾ നീങ്ങണം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന ആ വാക്യം നമ്മൾ ഓർക്കണം. സമയം തീരാറായി. തിരുമേനി പറഞ്ഞു 1 മണിക്കൂർ എടുത്തോളാം പറഞ്ഞു. തീർന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് പറയാം. ഇത്രയും ദൈവം ഞാൻ എഴുതിക്കൊണ്ട് വന്നത് ഒന്നും നിങ്ങളോട് പറഞ്ഞില്ല. അതാണ് സത്യം. ഞാൻ വേദപുസ്തകത്തില്ല, പക്ഷെ അതൊന്നും എനിക്ക് തോന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഇവരോട് എന്ത് പറയണം, നീ എനിക്ക് തോന്നിച്ചേരുന്ന് ഞാനങ്ങ് പറയും. അത് ദൈവം തോന്നിച്ച് ഞാൻ പറഞ്ഞ് ഞാനങ്ങ് പോകും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരുമയോടെ നിൽക്കുക. ഞങ്ങൾ 2 സിസ്റ്റേഴ്സേ വരാൻ പറ്റിയുള്ളൂ. അവിടെ കോൺവെൻറ്റ് കിഴക്കമ്പലത്താണ്. ദേറ എന്നറിയപ്പെടും, ബേത്ലഹം ദേറ എന്നറിയപ്പെടുന്നു. 85 വർഷമായി കോൺവെൻറ്റ് തുടങ്ങിയിട്ട്. ഇന്നും 85 സിസ്റ്റേഴ്സ് ആയിട്ടില്ല. ഞങ്ങളിപ്പോൾ 30 പേരുണ്ട്. ഞങ്ങളെ ദൈവം വിളിച്ചതുപോലെ വിളിക്കണമെന്ന് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യാശയോടെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങൾക്ക് ഒരു കുട്ടിയെ തന്നു. ഇപ്പോൾ നാഗ്പൂർ സെമിനാരിയിൽ ആ മോൾ പഠിക്കുകയാണ്. ആദ്യമായിട്ടും ഒരു മഠത്തിൽ നിന്ന് തിയോളജി പഠിക്കാനായിട്ട് ഒരു കുട്ടി പോയി. അത് ഞങ്ങളുടെ മഠത്തിൽ നിന്ന് പോയാണ് മോള്. മിടുക്കിയായ കുട്ടി, പൂർണ്ണ സമർപ്പണത്തോടെ എനിക്കിത് മതി എന്ന് M.Com വിത്ത് ബാങ്കിങ് പഠിച്ച കുട്ടി സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്കിത് മതി, എനിക്കെൻ്റെ ദൈവത്തോടുകൂടി മതി, എനിക്കിനിയും പഠിക്കണം, എനിക്കിനി പ്രകാശമാക്കണം എന്ന് വിചാരിച്ച് അവൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രത്യാശയായി ഒരാളെങ്കിലും വന്നല്ലോ. ഇത് മതി. ഒത്തിരി പേര് വരുന്നതില്ല. വന്നയാളെ കാലിബർ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. പ്രാർത്ഥിക്കണം നിങ്ങൾ. ഞങ്ങളെപ്പോലെ ഞങ്ങളൊക്കെ ഇപ്പോൾ തീരാറായി, പെൻഷനൊക്കെ ആകിയിട്ടുണ്ട്. ഇനിയും വേണം. ആരെയും നിങ്ങൾ വിട്ടില്ലെങ്കിലും ആഗ്രഹമുള്ളവരെ നിങ്ങൾ തടയരുത്, എന്നോ എന്ന് പറയരുത്. അത്രമാത്രം ചെയ്തേച്ചാൽ മതി. ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ശരി മോളെ നമുക്ക് നോക്കാമെന്നല്ലാതെ പിന്നെ അങ്ങോട്ട് പോകരുതെന്ന് പറയരുത്. നിങ്ങൾ ആ കുട്ടിയുടെ ആഗ്രഹമാണെങ്കിൽ വിട്ടേക്കുക. ഞങ്ങൾ ആരെയും പിടിച്ചുകൊണ്ട് പോകില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, നീ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ യെസ് പറയാനുള്ള കൃപ കൊടുക്കണമെന്ന് മാത്രമാണ്. വരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി പൂർണ്ണ സമയം സമർപ്പിച്ച് വേല ചെയ്യാൻ ഇനിയും ആൾക്കാർ വേണം. ഇഷ്ടംപോലെ അവസരങ്ങളാണ് നമുക്ക് പ്രവർത്തിക്കാനായിട്ട്. കുട്ടികളൊക്കെയും താല്പര്യപ്പെടുകയാണ് ഞങ്ങളുടെ ഒപ്പം കൂടെ വന്ന് താമസിക്കാം. സിസ്റ്റർ ഇപ്പോൾ പ്രതീക്ഷാ ഭവനിലാണ്. മന്ദബുദ്ധികളും വികലാംഗരുമായ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ വന്ന് താമസിക്കണം. അവരുടെയൊക്കെ സന്തോഷം നിങ്ങൾ കാണണം. ഒന്നുമില്ല, ബുദ്ധിയില്ല, വിവരമില്ലാത്തവരും ദൈവത്തിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കുന്ന പല അച്ഛന്മാർ വന്നിട്ടുണ്ട്. അവിടെ ലിസി അവിടെ വന്നിട്ടുണ്ട്. ബാലിക സമാജം പിള്ളേരും കൊണ്ട് എന്നെ ഓർപ്പിക്കുകയായിരുന്നു. നമ്മൾ കാണേണ്ടതാ ഇതൊക്കെ. ഇത്രയും ബുദ്ധി, കാലില്ല കൈയില്ല, പക്ഷെ നിറയെ സന്തോഷം. ഒരിക്കലും മുഖത്തൊരു മ്ലാനതയില്ല. ഒരിക്കലും അവരുടെ മുഖം നമ്മൾ മ്ലാനമായി കണ്ടിട്ടില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇപ്പോൾ സിസ്റ്റർ മാത്രമേ ഉള്ളൂ അവിടെ, ഒരു ചെറിയ കുഞ്ഞുണ്ട്, 6 വയസ്സുള്ള കൊച്ച്. സർവ്വ കാര്യവും മടിയിൽ ചെയ്തു കൊടുക്കണം. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പോകും. അത് മടി വെച്ചത് അതിനെ തീറ്റുന്ന കാണുമ്പോൾ ഒന്നും അറിയില്ലാത്തൊരു കുഞ്ഞ്. പിള്ളേരെ വിടണം, അവർ കാണണം ഇതൊക്കെ. എന്തെങ്കിലും ഒരു ചലനം വരുവാണെങ്കിൽ അവർ തിരഞ്ഞെടുക്കട്ടെ. പിള്ളേരെ അവിടെ വെച്ച് നീറ്റും എൻട്രൻസും മാത്രമല്ല നമ്മുടെ ജീവിതം, അത് വേണം. ദൈവം അതിനാണെങ്കിൽ ഇവരെ വിട്ടോളൂ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അങ്ങോട്ട് വിടണമെന്നില്ല, എവിടെയെങ്കിലുമൊക്കെ കാണും.
വല്ലപ്പോഴുമൊക്കെ കുഞ്ഞുങ്ങളെ അങ്ങനെ വിടുകയും സഫർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അതിൻ്റെ ഒന്ന് പങ്കാകുവാനും അവരൊന്ന് സഹായിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ വിടണം. ബഹുമാനരുടെ അച്ഛന്മാരൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് കേട്ടാൽ മതി, നിങ്ങൾ ചെയ്യണം. അങ്ങനെ നമുക്ക് കർമ്മനിരതരാകാം. ജീവിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം വിളിക്കുമ്പം സന്തോഷത്തോടെ എന്നെ ഏൽപ്പിച്ച താലന്തൊക്കെ 30 100 മേനിയായി ഞാൻ തന്നിരിക്കുന്നു. അത് നിങ്ങളുടെ മക്കളാണ് ആ താലന്ത്. 1 മകൻ, 2 മകൻ, 5 മക്കൾ, 10 മക്കളൊക്കെ, 10ഒന്നുമില്ല, ഇത് 3 കാണും. അത് താലന്തായിട്ട് തന്നു. അതിനെ ഉന്നതമാക്കി ഞാൻ കൊടുത്തു കഴിഞ്ഞ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രവർത്തിക്കാം. ദൈവം ഈ നോമ്പിനെ അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലെ എല്ലാ ധ്യാനവും വിശുദ്ധ കുർബാനയും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതുമ തരത്തക്ക വിധത്തിൽ നമ്മുടെ സഭയ്ക്ക് ഒരു ഉണർവാകുവാൻ ബാബ തിരുമേനി ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ പള്ളിയാണിത്, മാതാവിൻ്റെ പള്ളി. അവിടെ നിങ്ങളുണ്ടായിരിക്കണം, കണ്ണീരൊഴുക്കണം, പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരം തന്നവരെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുകയാണ്. സാക്ഷ്യമാകുവാൻ തക്കവണ്ണം ദൈവം തരുന്ന അവസരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.